മലയാളി താരമായ സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ 2020 ടീമിലേക്ക് സഞ്ജുവിന് ഒരു മടങ്ങിവരവ് ഉണ്ടാകുമോ എന്ന കാര്യം സംശയത്തിലാണ്. അതുമാതിരിയുള്ള ഒരു വെട്ട് തന്നെയാണ് BCCI ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിലും ഇംഗ്ലണ്ട് പര്യടനത്തിലും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 3 മത്സരങ്ങളിൽ കളിക്കാൻ അവസരം നൽകിയെങ്കിലും 3 മത്സരങ്ങളിൽ സഞ്ജു പരാജയപ്പെട്ടതോടുകൂടി തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം 2020 മത്സരത്തിൽ സഞ്ജുവിന് ബെഞ്ചിലിരിക്കേണ്ടി വന്നു. സഞ്ജുവിന് പകരമായിട്ട് ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിക്ക് അരങ്ങേറ്റത്തിനുള്ള അവസരവും ഇന്ത്യ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും പൂർണ്ണമായും സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. സൂര്യകുമാർ യാദവിന് ഇന്ത്യയുടെ നായകസ്ഥാനം നഷ്ടമാക്കിയതിന്റെ നഷ്ടം സൂര്യക്ക് മാത്രമല്ല, ഇപ്പോൾ സഞ്ജുവിനും വന്നിരിക്കുകയാണ്. സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിന്റെ 2020 നായകനായിരുന്നപ്പോൾ കൂടുതൽ അവസരങ്ങൾ നൽകിയിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സൂര്യ മാറി ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയതോടെ സഞ്ജുവിനേക്കാൾ കൂടുതൽ അവസരം ഇഷാൻ കിഷനാണ് ശ്രേയസ് നൽകുന്നത്. കൂടാതെ IPL തന്റെ സഹതാരമായ പഞ്ചാബ് കിങ്സിന്റെ പ്രസുമ സിംഗിനെ സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിലെത്തിക്കാനും ശ്രേയസ് അയ്യർക്ക് കഴിഞ്ഞു. ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത ഇന്ത്യയുടെ ഹീറോയായി മാറിയ സഞ്ജു സാംസനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.